സഹിൻ ആന്റണിയാണ് ചേർന്നത്. സഹിൻ, ഈ കള്ളക്കടത്തുകാരെ പോലും കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം മാറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ രാജേഷ് പറയുന്നുണ്ട് കള്ളൻ കസ്റ്റംസിൽ തന്നെയല്ലേ എന്ന്. അപ്പോൾ പറയൂ സഹിൻ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. കഴിഞ്ഞ 2024 നവംബർ മാസം 18-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതായത് കോലാലംപൂരിൽ നിന്ന് 2 യാത്രക്കാർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്നു. റാഷിദ് ഹുസൈനും മുഹമ്മദ് അസ്ലമും. ഈ 2 പേരും അവിടെ നിന്ന് വരുമ്പോൾ 130 വേയ്പ്പ്, അതായത് ഈ ഇലക്ട്രോണിക് സിഗരറ്റ് 130 പീസാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ട്രോണിക് സിഗരറ്റിന് 2500 രൂപ മുതൽ അങ്ങോട്ടേക്ക് വില മാറും. അത്തരത്തിലുള്ള 130 പീസ് ഇവിടെ കൊണ്ടുവരികയാണ്. ഇത് കൊണ്ടുവരുന്ന സമയത്ത് അവരിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ 130 വേയ്പ്പും പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരോട് പറയുന്നു, നിങ്ങളിത് ആ ബാസ്ക്കറ്റിൽ കളഞ്ഞിട്ട് പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, അതുകൊണ്ട് ആ ബാസ്ക്കറ്റിൽ ഇത് ഉപേക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ആ യാത്രക്കാർ അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇവർക്കിതിൽ ചില സംശയങ്ങൾ തോന്നുകയും കസ്റ്റംസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്യുന്നു. പരാതി ഇങ്ങനെയാണ്: ഈ പിടിച്ചെടുത്ത കളവ് മുതൽ അല്ലെങ്കിൽ കള്ളക്കടത്ത് മുതൽ തിരികെ തന്നാൽ ഇത് സിംഗപ്പൂരിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകാം, അതിനുവേണ്ട നടപടികൾ ചെയ്യാം, അത് വിട്ടുകിട്ടുന്നതിന് പണിഷ്മെൻറ്റ് അടക്കം, അതായത് ഫൈൻ അടക്കം അടച്ച് തന്നെ ഇത് സാധനം തിരികെ കൊണ്ടുവന്നതിനുള്ള നടപടികൾ ചെയ്തു തരണമെന്നുള്ളതായിരുന്നു പരാതി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനമേ അവിടെ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ മറുപടി ലഭിക്കുന്നത്. എന്തായാലും ഇവരുടെ ആക്ഷേപം എന്ന് പറയുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കള്ളക്കടത്ത് മുതൽ അത് കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഇത്തരത്തിൽ നിരവധി പരാതികൾ കസ്റ്റംസിനെതിരെ മുൻപ് ഉയർന്നു വന്നിട്ടുണ്ട്. കള്ളക്കടത്ത് മുതൽ കരിഞ്ചന്തയിലെത്തുന്നു. നമ്മുടെ നാട്ടിലേക്കുള്ള വിദേശ സിഗരറ്റുകൾ, വിദേശ സിഗരറ്റുകൾ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കരിഞ്ചന്തയിൽ ലഭിക്കാറുണ്ട്. അതിങ്ങനെ കള്ളക്കടത്ത് മുതലായി പിടിക്കുന്നതും പിന്നീട് അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വഴി കരിഞ്ചന്തയിലെത്തുന്നതുമാണ് എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ 130 വേയ്പ്പ് പിടികൂടിയത്. അത് കളവ് പോയി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തന്നെ മോഷ്ടിച്ചു എന്നുള്ളതാണ് ആരോപണം. കസ്റ്റംസ് കമ്മീഷണർക്ക് കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ സിംഗപ്പൂരിൽ നിന്നും എത്തിയ യാത്രക്കാർ, കള്ളക്കടത്ത് മുതൽ കൊണ്ടുവന്നവർ, അവർ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഈ പരാതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. എന്തായാലും കോടതിയെ സമീപിക്കാനെല്ലാം ഒരുങ്ങുകയാണ്. വലിയൊരു ആക്ഷേപമാണ്, ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. കള്ളക്കടത്ത് മുതൽ ഉദ്യോഗസ്ഥർ തന്നെ അടിച്ചു മാറ്റുക, അത് പിന്നീട് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുക എന്നുള്ളതൊക്കെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചും തീർച്ചയായും ഈ ലോകാരോഗ്യ സംഘടന വരെ ഈ സിഗരറ്റ് പോലുള്ള വേപ്പിംഗ് സാധനങ്ങളുടെ ഉപയോഗമൊക്കെ അത്യന്തം ഈ ദോഷകരമാണെന്നൊക്കെ പറഞ്ഞ സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ പിടിച്ചെടുക്കേണ്ട കസ്റ്റംസ് തന്നെ അതെല്ലാം കൊള്ളയടിക്കുന്ന തരത്തിൽ വാർത്തകളൊക്കെ വരുന്നത്. സഹിൻ ഓക്കെ അല്ലേ? പണ്ടത്തെ ഒരു ഓജസ്സും തേജസ്സും ഒന്നും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ശരി.